നമ്മുടെ 2025 തുടങ്ങിയതിന് ശേഷം ഒരുപാട് ഹാക്കേഴ്സ് ഐഫോൺ ഉൾപ്പെടെ ഒരുപാട് ഫോണുകൾ ഹാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഡേറ്റാസും നമ്മുടെ ഫോണും സുരക്ഷിതമാക്കേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും വൈറസ് ആപ്ലിക്കേഷനോ ഹാക്കിംഗ് ആപ്ലിക്കേഷനോ ഉണ്ടോ എന്ന് എത്രയും പെട്ടെന്ന് നിങ്ങൾ പരിശോധിക്കുക. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ ഫോണിലെ പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യാം. പ്ലേ സ്റ്റോറിൽ തന്നെ നമുക്കൊരു ആൻറ്റിവൈറസ് ഉണ്ട്, പ്ലേ പ്രൊട്ടക്റ്റ് എന്ന് പറയുന്ന. അത് ഉപയോഗിച്ച് നമുക്കിതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഫോണിൻ്റെ അകത്ത് പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ മുകളിലായിട്ട് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണും. നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ കഴിയും. അവിടെ ഇതേപോലെ ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരും. അതിൻ്റെ അകത്ത് ഇവിടെയായിട്ട് പ്ലേ പ്രൊട്ടക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. പ്ലേ പ്രൊട്ടക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആൻറ്റിവൈറസ് ആണ്. അതിവിടുന്ന് ഒന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. കണ്ടോ, ഇതാണ് പ്ലേ പ്രൊട്ടക്റ്റ്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ റെഡായിട്ട് സ്കാൻ ആക്റ്റീവ് ആകാതെ കാണാൻ കഴിയും. മേളിലൊരു സെറ്റിങ്സ് ഉണ്ട്, അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ രണ്ട് ഓപ്ഷൻ കാണാൻ കഴിയും. ഒന്നാമത്തത് സ്കാൻ ആപ്പ് വിത്ത് പ്ലേ പ്രൊട്ടക്റ്റ്. പ്ലേ പ്രൊട്ടക്റ്റ് ക്യാൻ സ്കാൻ ദിസ് ഡിവൈസ് ആൻഡ് വാൺ യു എബൌട്ട് ഹാംഫുൾ ആപ്സ്. ഉണ്ടോ, മേളിലൊരു സെറ്റിങ്സ് ഉണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇംപ്രൂവ് ഹാംഫുൾ ആപ്പ് ഡിറ്റക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടെ ഉണ്ട്. അപ്പോൾ മേളിൽ നമ്മൾ ആദ്യത്തെ സെറ്റിങ്സ് ഓൺ ചെയ്യുമ്പോൾ തന്നെ രണ്ട് സെറ്റിങ്സും ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും. അപ്പോൾ ഇത് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കണ്ട സ്കാൻ ആക്റ്റീവ് ആകുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഫോണിൽ ഏതെങ്കിലും വൈറസ് ആപ്ലിക്കേഷനോ ഹാംഫുൾ ആപ്ലിക്കേഷനോ ഹാക്കിംഗ് ആപ്ലിക്കേഷനോ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് അത് കാണിച്ചു തരുന്നൊരു സെറ്റിങ്സാണ്. അപ്പോൾ ഇതൊന്ന് രണ്ടും ഒന്ന് ഓൺ ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ബാക്ക് അടിക്കുക. അപ്പോൾ ഇവിടെ സ്കാൻ എന്നുള്ളത് പച്ച തെളിഞ്ഞ് പച്ച കളർ വന്നിട്ട് സ്കാൻ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് സ്കാൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോൺ മുഴുവൻ സ്കാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഫോണിൽ ഏതെങ്കിലും ഹാക്കിംഗ് ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വൈറസ് ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിലോ ഇവിടെ കാണിച്ചു തരുന്നതായിരിക്കും. കണ്ടോ, ഇവിടെ സ്കാൻ ചെയ്തപ്പോൾ നോ ഹാംഫുൾ ആപ്ലിക്കേഷൻ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫോണിൽ ആപ്ലിക്കേഷനൊന്നും വൈറസ് ആപ്ലിക്കേഷനോ ഹാംഫുൾ ആപ്ലിക്കേഷനോ ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ സ്കാൻ ചെയ്ത് നോക്കുക. ഇത് എല്ലാ ദിവസവും ചെയ്ത് നോക്കുന്നത് ഏറ്റവും ബെറ്ററാണ്. നിങ്ങളറിയാതെ നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും വൈറസ് ആപ്ലിക്കേഷനോ ഹാക്കിംഗ് ആപ്ലിക്കേഷനോ കയറിയാൽ അത് പെട്ടെന്ന് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം തന്നെ അൺഇൻസ്റ്റാൾ ചെയ്ത് ഫോൺ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് ഫോൺ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരുന്നതാണ്. അവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഗൂഗിൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഗൂഗിൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ്. ഗൂഗിൾ അക്കൗണ്ട് സെറ്റിങ്സ് ആണ്. അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ്. റൈറ്റിലായിട്ട് ആൾ സർവീസസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും കുറേ ഓപ്ഷൻസ് വരും. താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക. കുറച്ച് താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. അൺനോൺ ട്രാക്കേഴ്സ് അലർട്ട്. അൺനോൺ ട്രാക്കേഴ്സ് അലർട്ട്. നമ്മുടെ ഫോണിൽ ഏതെങ്കിലും അൺനോൺ ആപ്ലിക്കേഷൻ കയറി നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഒരു അലർട്ട് തരുന്നൊരു സെറ്റിങ്സ് ആണ് അൺനോൺ ട്രാക്കേഴ്സ് അലർട്ട്. അതൊന്ന് ഇതേപോലെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഉണ്ടോ ഇവിടെ താഴെയായിട്ടൊരു സ്കാൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഈ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ സ്കാൻ ആക്റ്റീവ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ബ്ലൂടൂത്തും ലൊക്കേഷനും ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്കാൻ ആക്റ്റീവ് ആകുന്നതായിരിക്കും. എന്നിട്ട് ഇതേപോലെ ഒന്ന് സ്കാൻ ചെയ്യുക. ഇങ്ങനെ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇവിടെ വരികയാണെങ്കിൽ അത് അപ്പോൾ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യുക. അതൊരു ഹാക്കിംഗ് ആപ്ലിക്കേഷൻ ആയിരിക്കും. കണ്ടോ, ഇവിടെ നോ ഹാംഫുൾ ആപ്ലിക്കേഷൻ എന്ന് കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ ഏതൊരു ആപ്ലിക്കേഷൻ ഇവിടെ ഡിറ്റക്ട് ചെയ്താലും അപ്പോൾ തന്നെ അത് അൺഇൻസ്റ്റാൾ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റാസും ഫോണും ഒക്കെ ഹാക്ക് ചെയ്തപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നതായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫോണിൽ ഈ കാര്യങ്ങളൊന്ന് പരിശോധിക്കുക.